വിദ്യാർത്ഥികളുടെ 22ാം വാർഷികം ആഘോഷിക്കുന്നതായി ചടങ്ങിൽ ഒരുപാട് കാലത്തെ സഹപ്രവർത്തകരെയും ഇപ്പോഴത്തെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മെമ്പർ കൂടിയായിട്ടുള്ള ശ്രീമതി നാനിയുണ്ട്. ഇന്നത്തെ ഈ പരിപാടിയുടെ മുഖ്യ അതിഥി നമ്മുടെ സ്കൂളിൽ ദീർഘകാലം സേവനം ചെയ്തതിനു ശേഷം വിരമിക്കുന്ന പ്രിയപ്പെട്ട ടീച്ചർ, സ്വാഗതം ആശംസിച്ച പ്രിയപ്പെട്ട ശ്രീയൻ, സമ്മാനദാനം നടത്തുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാന്യനായ ഡോക്ടർ വൈദ്യകുട്ടി സാഹിബ്, അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിൻ്റെ ജനപ്രതിനിധികളായ ഫൗസിയ സുസുജി, അതുപോലെ തന്നെ ഹസീന സേവി, പ്രിയങ്കനായ ഹൈദർക്കാരി, സുഹൃത്ത് ഗിരീഷ്, പ്രിയപ്പെട്ട കൊട്ടാരത്ത് അബ്ദുൽഗിരി, യൂസഫ് കാപ്പാടി, അതുപോലെ തന്നെ പ്രിയങ്കനായ സുഹൃത്ത് ജയ്, വേദിയിലും സദസ്സിലുമൊക്കെ ഇരിക്കുന്ന നമ്മുടെ മാനേജർ ഫാത്തിമ അവരുടെ ഉൾപ്പെടെയുള്ള ബഹുമാന്യ രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ സൃഷ്ടി 72 വർഷമായി നമ്മുടെ ഈ വിദ്യാലയം ആരംഭിച്ചു. നമുക്കറിയാം, വളരെ മനോഹരമായ ഒരു പേര് തന്നെ 70 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന നമ്മുടെ പിതാമഹന്മാർ ഈ കലാലയത്തിന് നൽകി എന്ന് കേൾക്കുമ്പോൾ നമ്മൾ എത്രമാത്രം ചിന്തിക്കണമെന്ന് വെച്ചാൽ, വിദ്യാപീഠം ലോകത്തിലേക്ക് സ്കൂൾ, വിദ്യാപീഠം എന്ന് പറയുന്ന മനോഹരമായ പേര് നമുക്ക് വേണ്ടി 70 വർഷങ്ങൾക്ക് മുമ്പ് വിഭാവനം ചെയ്ത് നമ്മുടെ നേതൃത്വത്തിലൂടെ ചിന്തിച്ചു. പഴയ കാലത്തൊക്കെ തറയിൽ എഴുതുന്നതാണ് അന്നത്തെ കാലത്ത് ആളുകൾ എഴുതിപ്പിടിച്ചത്. ഇന്നത്തെ ഞങ്ങളുടെ രക്ഷിതാക്കൾക്ക് ഇവിടെ ഇരിക്കുന്ന പ്രായമായ പല ആളുകൾക്കും അവരുടെ അനുഭവമാണ്. ഇന്നിരിക്കുന്ന പോലെ ബെഞ്ചും ഡെസ്കും അവർക്ക് എഴുതുന്നില്ലായിരുന്നു. അവർക്ക് മനോഹരമായിരിക്കുക ബ്ലാക്ക് ബോർഡുകളിലായിരുന്നു. ബ്ലാക്ക് ബോർഡുകളിൽ പകരം ഗ്രീൻ ബോർഡുകളായിരുന്നു. വൈറ്റ് ബോർഡുകളൊന്നും പിന്നെ ഗ്രീൻ ബോർഡുകളൊന്നും. അങ്ങനെ പുതിയ പുതിയ സംവിധാനങ്ങളൊന്നും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ തറയിൽ നിന്ന് കയ്യിന്റെ നെല്ലുകൊണ്ട് നിലത്ത് എഴുതി പഠിക്കാൻ വേണ്ടി അത് ഉപയോഗിച്ച ആ കാലഘട്ടത്തിൽ അന്ന് നമ്മുടെ കലാലയത്തിൽ നൽകിയ പേരാണ് വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത്. എത്ര മഹത്തായ പേര് നൽകാൻ അന്നത്തെ നേതൃത്വത്തിലുള്ള നമ്മുടെ പിതാമഹന്മാർക്ക് സാധിച്ചു എന്ന് നിങ്ങളുടെ നിമിഷം ചിന്തിച്ചു വന്നിരിക്കും. ഞാൻ എപ്പോഴും സ്കൂളിന്റെ പേര് വളരെ അത്ഭുതത്തോടു കൂടിയാണ് നോക്കിക്കാണാറ്. 19 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കാരണവന്മാർക്ക് ഇങ്ങനെ ഒരു പേര് കൊടുക്കാൻ സാധിക്കണമെങ്കിൽ അവർ എത്രമാത്രം പഴയ പുതിയൊരു തലമുറയിലേക്ക് പ്രതീക്ഷ അർപ്പിച്ചിരിക്കണം എന്ന് നിങ്ങളാണ്. അവരുടെ ആ വലിയ മനസ്സിനെ നമ്മൾ എത്ര നമിച്ചാലും എന്നും മതിയാവുകയില്ല. ഇന്ന് നമ്മൾ സാക്ഷരതയൊക്കെ കഴിയും, കമ്പ്യൂട്ടർ സാക്ഷരത കഴിയും, ഇന്ന് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ലോകത്ത് എത്തിയിരിക്കും. നമ്മുടെ കുട്ടികളുള്ളത് കമ്പ്യൂട്ടറുകളുമായി മാത്രമല്ല, നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന മക്കളായി നമ്മുടെ ചെറിയ മക്കൾ വളർന്ന് നമുക്കൊണ്ടിരിക്കും. ലോകം അതിവേഗമായി കൊണ്ടിരിക്കുക. നമ്മൾ പക്ഷേ നമ്മുടെ കണ്ണിമ ശരി വളർത്തുന്നതിനേക്കാൾ വേണമെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി ഇത് വളർന്നുകൊണ്ടിരിക്കുക. ഇന്ന് കാണുന്ന ടെക്നോളജിയല്ല നാളെ നമുക്ക് കാണാൻ സാധിക്കുന്നു. രാവിലെ കാണുന്ന ടെക്നോളജിയല്ല വൈകുന്നേരം നമുക്ക് എത്താൻ സാധിക്കുന്നു. പുതിയ സംവിധാനങ്ങൾ സെക്കൻഡുകളിൽ വെച്ച് വന്നുകൊണ്ടിരിക്കും. ഈ കാലഘട്ടത്തിലാണ് നമ്മുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നത്. പഴയ കാലത്തെ വിദ്യാഭ്യാസം ഇനി നമുക്ക് പോരാ. പഴയ കാലത്തെ രീതികൾ ഇനി നമുക്ക് പോരാ. നമ്മുടെ കുട്ടികളുടെ കൃത്യമായ ആധുനിക വിദ്യാഭ്യാസം ഏറ്റവും നൂതനമായ രീതിയിൽ കൈമാറുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അതിന് നമ്മൾ കൃത്യമായി നമ്മുടെ കുട്ടികളുടെ കൂടലേക്ക് കഴിയാനും ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുന്നത് എറണാകുളത്തെ സ്കൂളിലുള്ള സഹവാസ ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട്. 2 ദിവസം നമ്മുടെ കുട്ടികൾ സ്കൂളിൽ താമസിച്ചുകൊണ്ട് വാഹനരഹിതം നടത്തുന്നു. രാത്രി പകലുകൊണ്ട് വാഹനരഹിതം നടത്തിയത് ആ കുട്ടികൾ ശാസ്ത്രത്തെക്കുറിച്ച് സംഘടനയെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക. പുതിയ സാങ്കേതിക വിദ്യകളെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കണം, നാസയുടെ അതുപോലെ തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ശാസ്ത്ര സാങ്കേതിക കേന്ദ്രങ്ങളിൽ നിന്നുകൊണ്ട് എത്രയോ വർഷങ്ങൾ നിരവധി എക്സ്പെരിമെന്റുകൾ നിരീക്ഷണ പരീക്ഷകൾ നടത്തിയിട്ടും കണ്ടെത്താൻ
ഒരു നക്ഷത്രത്തെ കണ്ടത് മലപ്പുറം ജില്ലയിൽ അരിക്കോട് പ്രദേശത്തെ ഒരു കൊച്ചു പെൺകുട്ടിയാണ്. നമ്മൾ വളർന്നുകൊണ്ടിരിക്കുക. 2 വർഷങ്ങൾക്ക് മുമ്പാണ് മലപ്പുറം ജില്ലയിലെ അരിക്കോട് എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു സാധാരണ മുസ്ലിം കുടുംബത്തിൽ പിറന്ന പെൺകുട്ടി. അവൾ നന്നായി പഠിച്ച് 10ാം ക്ലാസ് ഡിഗ്രി കഴിഞ്ഞപ്പോൾ അയൽക്കരയിലേക്ക് ഗവേഷണത്തിന് പോവുകയാണ്. ആ ഗവേഷണത്തിന് അവൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് രാത്രികാലങ്ങളിൽ അവൾ വെറുതെ ഗവേഷണം നടത്തിയില്ല. അവൾ മാനത്തേക്ക് നോക്കി. മാനത്തേക്ക് നോക്കുമ്പോൾ നിരീക്ഷണം നടത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ നിരീക്ഷണം നടത്തിയിട്ട് അവൾക്ക് കണ്ടെത്താൻ സാധിച്ചത് നൂറ്റാണ്ടുകളായി എത്രയോ വലിയ വലിയ ശാസ്ത്രപൊതികൾ ശാസ്ത്ര സാങ്കേതിക വിദ്യന്മാർ അവർക്ക് കണ്ടെത്താൻ കഴിയാത്ത നക്ഷത്രത്തെ കണ്ടെത്തിയത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ അരീക്കോട് പ്രദേശത്ത് നിന്ന് നമ്മുടെ കുട്ടികളെ പോലെ കളിച്ചു വളർന്ന ഒരു പെൺകുട്ടിയാണ് എന്ന് പറയുമ്പോൾ എത്രമാത്രം അഭിമാനിക്കുന്നു. നമ്മുടെ കുട്ടികൾ പുതിയ ലോകത്ത് നമ്മുടെ കുട്ടികൾ ഡോക്ടറാകണം, എഞ്ചിനീയറാകണം. പക്ഷെ ഒരു ഡോക്ടറായ ഒരു ഡോക്ടർ പോലെയുള്ള മഹാന്മാർ നമ്മുടെ പ്രദേശത്ത് വരുമ്പോൾ നമ്മുടെ ഡോക്ടർമാരെ നമ്മളൊരു ഡോക്ടറെ കാണണമെങ്കിൽ നമ്മൾ ഒരുപാട് സ്ഥലത്ത് കാണണം. ഡോക്ടറെ കുറിച്ച് കേൾക്കണമെങ്കിൽ പല സ്ഥലങ്ങളിലും അന്വേഷിക്കണം. എന്റെ ജീവിതത്തിൽ ഞാൻ കേട്ട ആദ്യത്തെ ഡോക്ടറുടെ പേര് ഒരു പക്ഷേ പറയാൻ ഒരു പക്ഷെ മലപ്പുറം ജില്ലയിൽ ഏറ്റവും ശ്രദ്ധേയനായ തിരൂരിന്റെ മാതൃപ്രദേശത്ത് സേവനം നൽകിയ പഴയ കാലത്തെ ഒരു വലിയ വിശ്വസനത്തിൽ പക്ഷേ ചെടിനെ കുറിച്ച് അറിയാത്ത പഴയ തലമുറ ഉണ്ടാവുകയില്ല. അദ്ദേഹത്തിനല്ല നമ്മുടെ പ്രത്യേകതയോട് നമ്മുടെ പഴയകാലം അനുഭവപ്പെടുന്നത്. കാരണം അന്നൊരു കുട്ടികൾ പണിയുണ്ടായാൽ ഒരു ഛർദിയുണ്ടായാൽ നേരെ ദേശീയ പോകും. ദേശീയത്ത് പോയാൽ പൊടി ചെറിയ പൊടിയാണ്, ചെറിയ പൊടിയില്ല. ആ പൊടി നേരെ കലക്കിക്കൊള്ളു. അങ്ങനെയല്ലേ? ആ പൊടി നേരെ കലക്കിക്കൊള്ളു. ആ പൊടി ഒന്ന് നേരെ കലക്കി കുട്ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടിയുടെ പനി മാറും, കുട്ടിയുടെ ഛർദി മാറും, കുട്ടിയുടെ വയറിളക്കം മാറും. അതായിരുന്നു ഡോക്ടർ. എന്റെ ജീവിതത്തിൽ ഞാൻ കേട്ട 2ാമത്തെ ഡോക്ടറുടെ പേര് ഡോക്ടർ ബാലജിയാണ്. പിന്നീട് 3ാമതായി ഞാൻ കേട്ട ഡോക്ടറുടെ പേരാണ് പ്രിയപ്പെട്ട ഡോക്ടർ മൊയ്തീൻ. നമ്മുടെ കാലത്ത് അഭിമാനം, നമ്മുടെ കാലത്തുകാരല്ല. അദ്ദേഹം പഴയ കാലത്ത് കുന്നുപുറം പ്രദേശത്ത് നിന്ന് ഇവിടെ വന്ന് നമ്മുടെ നാട്ടുകാരനായി വന്ന ഒരു നല്ല മനുഷ്യൻ. അദ്ദേഹത്തെ നമ്മൾ ഇഷ്ടപ്പെട്ടത് എന്തുകൊണ്ടാണ്? അദ്ദേഹം നമ്മുടെ നമ്മുടെ പ്രദേശത്ത് നേരത്തെ നമുക്ക് വേണ്ടി സേവനം ചെയ്യാൻ അദ്ദേഹം സാമ്പത്തികം ആഗ്രഹിച്ചെല്ലാം നമ്മുടെ പ്രദേശത്ത് യോജിച്ചിരിക്കുന്നു. സേവനനിരതനായി നമ്മുടെ ഒരാളായി നമ്മുടെ കൂടെ എല്ലാവരും കൂടെ നിന്ന് നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ വിദ്യാഭ്യാസ സാംസ്കാരിക സാമൂഹിക മതങ്ങൾ എല്ലാവരും നമ്മുടെ കൂടെ ഒരു ഡോക്ടറായി പ്രവർത്തിച്ചു. പക്ഷേ ഒരു ഡോക്ടർ പോലെയുള്ള ഒരു ഡോക്ടറായ കാലമല്ലെങ്കിൽ എന്റെ ഡോക്ടർമാർ ധാരാളമായി, എഞ്ചിനീയർമാർ ധാരാളമായി. എന്നൊരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അന്വേഷിക്കുക ആ ഡോക്ടറുടെ ക്വാളിറ്റി എന്താണ്. ആ ഡോക്ടറെ അടുത്ത് പോയാൽ നമ്മൾ കുടുംബമോ നമുക്കില്ലാത്തതൊന്നും ഉണ്ടാകുമോ എന്നാണ് ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത്. പണ്ട് നമ്മൾ ഡോക്ടറിലേക്ക് പോകുമ്പോൾ നമുക്ക് ആ ഡോക്ടറെ വിശ്വാസമുണ്ട്. ഒരു ഡോക്ടറായ കാലത്ത് ആ ഡോക്ടറിൽ നമുക്ക് വിശ്വാസമുണ്ട്. ഡോക്ടറുടെ അടുത്ത് പോയാൽ ഈ ഡോക്ടർ മരുന്നില്ലെങ്കിലും ഡോക്ടറെ കണ്ടാൽ എന്റെ അസുഖമാണെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് നമ്മൾ ഡോക്ടറുടെ അടുത്തേക്ക് പോകുന്നത്. ഇന്നോ ഡോക്ടറെ കണ്ടാൽ പുതിയ അസുഖം ഉണ്ടാകുമോ എന്ന് ഭയപ്പെട്ട കാലത്താണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത്. ഡോക്ടറെ അടുത്ത് പോയാൽ നിങ്ങൾ ഏതെങ്കിലും അഭയം ഡോക്ടർ അടിച്ച് മാറ്റുപോയെന്ന് ചിന്തിക്കുന്ന കാലത്ത് നമ്മൾ ജീവിക്കുന്നു. ഞാൻ പറയുന്നത് നമ്മൾ പുതിയ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ നമുക്കിനി വേണ്ടത് ഡോക്ടറെ അല്ല, നമുക്കിനി വേണ്ടത് എഞ്ചിനീയർമാരെയല്ല. അവർക്ക് വേണ്ടി നിൽക്കുന്ന സയന്റിസ്റ്റുകളെ നമ്മൾ സൃഷ്ടിച്ചെടുക്കണം. ഒരു സയന്റിസ്റ്റ് എന്ന് പറയുന്നത്, ശാസ്ത്രജ്ഞൻ എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ഈ ഡോക്ടർമാർ ഇരിക്കുന്ന ഡോക്ടർമാർക്ക് പുതിയ മരുന്നുകൾ കണ്ടെത്തി കൊടുക്കുന്നു. മാരകമായ രോഗങ്ങൾ ഇന്ന് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്, പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഉത്തരം കണ്ടെത്താത്ത, മരുന്ന് കണ്ടെത്താത്ത രോഗങ്ങൾ, ക്യാൻസർ പോലെയുള്ള മാരകമായ രോഗങ്ങൾ, അതിന് മരുന്ന് കണ്ടെത്താൻ നമുക്ക് സാധിക്കണമെങ്കിൽ ഒരു ഡോക്ടർക്ക് ഒരു പക്ഷേ മരുന്ന് കണ്ടെത്താൻ കഴിയുമെന്നുള്ളതില്ല. ആ മരുന്ന് കണ്ടെത്തുന്നത് സയന്റിസ്റ്റാണ്, ശാസ്ത്രജ്ഞനാണ്. അവർ നൽകുന്ന നന്മയെന്ന് പറയുന്നത് ചെറിയതല്ല. എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നിങ്ങളുടെ മക്കളെ ഡോക്ടറാകണം അല്ലെങ്കിൽ എഞ്ചിനീയറാകണമെന്ന് ആഗ്രഹം കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ മക്കൾ ഒരു സയന്റിസ്റ്റ് ആകണമെന്ന ആഗ്രഹം അവരുടെ മനസ്സിൽ ഏൽപ്പിക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ നിങ്ങളെ ധന്യനായി. ഞാൻ പറയുന്നത് ഓർമ്മ വരുന്നത് കൽക്കത്ത യൂണിവേഴ്സിറ്റിയുടെ കഥയിൽ. കൽക്കത്തയിലെ ഒരു റിമോട്ട് വില്ലേജ് പറയുന്ന വളരെ ഒരു ചെറിയ ആ
ചെറിയ ഗ്രാമത്തിലെ നമ്മുടെ യുവതികളെ സഹായിക്കുന്നു. ആ സ്കൂളിൽ പഠിച്ച കുട്ടികളും അവരൊക്കെ ഉന്നതങ്ങളിൽ പഠിക്കുക. വലിയ വലിയ ഓഫീസർമാരായി, ഡോക്ടർമാരായി, എഞ്ചിനീയർമാരായി ഉന്നതങ്ങളിൽ എത്തിപ്പെടുന്നു. എല്ലാവർക്കും എങ്ങനെയാണ് ഇങ്ങനെ ഓണക്കാലയിലെ ഒരു സ്കൂളിൽ പഠിച്ച ചെറിയ സ്കൂളിൽ പഠിച്ച കുട്ടികൾ എങ്ങനെയാണ് വലിയ ആളുകളായി മാറി? പത്രക്കാരെ അന്വേഷിച്ചു, വിദ്യാഭ്യാസ വിശേഷക്കാർ അതിനെക്കുറിച്ച് പഠനം നടത്തി. ആ പഠനം നടത്തിയ സമയത്ത് അവർ തീരുമാനിച്ചു അവിടുത്തെ അധ്യാപിക ചോദിക്കണം, ഇവിടെ നമ്മൾ എന്നുപോലെ തന്നെ അവിടുത്തെ പ്രധാന അധ്യാപികയെ സമീപിച്ചുകൊണ്ട് പത്രക്കാരെ ചോദിച്ചു, വിദ്യാഭ്യാസ വിശേഷക്കാർ ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിച്ചു? ആ സമയത്ത് ആ ടീച്ചർ പറഞ്ഞത് മറുപടി രക്ഷിതാക്കളും അധ്യാപകരോടും വിശ്വസിക്കണം. ആ ടീച്ചർ പറഞ്ഞത്, ഞാൻ എൻ്റെ കുട്ടികളെ പഠിപ്പിക്കുകയായിരുന്നില്ല, മറിച്ച് ഞാൻ അവരെ സ്നേഹിക്കുകയായിരുന്നു. പ്രിയപ്പെട്ട കുട്ടികളുടെ സ്നേഹം കാണുമ്പോൾ വിജയ ടീച്ചറും നമ്മുടെ കുട്ടികളെ സ്നേഹിക്കുകയായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയി. കാരണം അതെല്ലാം വലിയ രീതിയിലാണ് വളരെ മനോഹരമായി ഈ ഒരു യാത്രയുടെ സമ്മേളനം ഇവിടെ ബന്ധപ്പെട്ടവർ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവർ, നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കേണ്ട ഏറ്റവും നല്ല ഉയർന്ന സന്ദേശമായിരിക്കുന്നു. ഞാൻ നമ്മൾ കൊടുക്കുന്ന നന്മയെ പറയുന്നു. രക്ഷിതാക്കളും അധ്യാപകരൊക്കെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന നന്മയെ പറയുന്നു. കുട്ടികൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന നന്മയെ പറയുന്നു. നാളെ സമൂഹത്തിൽ പക്ഷേ വലിയ അനുകരണങ്ങൾ ഉണ്ടാക്കാൻ പ്രാപ്തമായിരിക്കും. നിങ്ങളുടെ പ്രമീൺ എന്ന് പറയുന്ന ഒരു കർഷകനാണ്. പ്രമീണാണ് കർഷകൻ. പ്രമീണ കർഷകൻ പ്രായമായ കർഷകന്റെ കൃഷിയിടത്തിൽ പണിയിട്ട് കൊണ്ടിരിക്കും. ആ സമയത്ത് അവിചാരിതമായി കുട്ടിയുടെ കരച്ചിൽ കേൾക്കുകയാണ്. ആ കുട്ടിയുടെ തന്റെ ജീവന് വേണ്ടി കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദമാണ് പ്രമീൺ എന്ന് പറയുന്ന കർഷകൻ കേൾക്കുന്നത്. ആ സമയത്ത് തന്റെ കൃഷിയിടത്തിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. എവിടെ നിന്നാണ് കൊച്ചുകുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുന്നത്? അങ്ങനെ ഓടി നോക്കിയപ്പോ ആ കൃഷിയിടത്തോട് ചെറുകിടക്കുന്ന ചതുപ്പത്തിലാണ്. ആ ചതുപ്പത്തിൽ ഒരു കുട്ടി ഇങ്ങനെ താഴേക്ക് ആഴ്ന്നു പോയിക്കൊണ്ടിരിക്കും. ചതുപ്പത്തിൽ പ്രതികരണങ്ങൾ കഴിയും. ചതുപ്പത്തിൽ കഴിയാൻ പിന്നെ പൊന്തൻ നമുക്ക് കഴിയുക. ആളുകൾ താഴേക്ക് പോയി ജീവൻ നഷ്ടപ്പെടുന്നതുകൊണ്ടാണ് ചതുപ്പത്തിൽ പറയും. ആ ചെറിയ കുട്ടി ജീവന് വേണ്ടി മല്ലടിച്ചുകൊണ്ടിരിക്കും. മെല്ലെ മെല്ലെ ചതുപ്പത്തിലേക്ക് ആഴ്ന്നു പോയിക്കൊണ്ടിരിക്കും. ഉപയോഗിച്ചുകൊണ്ട് പ്രമീണിൽ പറയുന്ന അയോഗ്യനായ ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്തുകയാണ്. ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്തി അവിടെ തൊട്ടടുത്ത ദിവസം സമീപമായ സാധാരണക്കാരായ കർഷകർക്ക് വളരെ മനോഹരമായി അലങ്കരിച്ച ഒരു കുതിരവണ്ടി വന്നിരിക്കുന്നു. ആ കുതിരവണ്ടിയിൽ വളരെ മനോഹരമായി ചൂട്ടും കോട്ടും ഒക്കെ ഡ്രസ് ചെയ്ത ഒരു മനുഷ്യൻ ഇറങ്ങി വരികയാണ്. ഇന്നലെ താൻ രക്ഷിച്ച അതേ കുട്ടി വളരെ മനോഹരമായി ഡ്രസ് ചെയ്ത് ആ കുട്ടിയെ അച്ഛനെ പോലെ മനോഹരമായ ചൂട്ടുകോട്ടമൊക്കെ ആ കുഞ്ഞിനെ കൈപിടിച്ചുകൊണ്ട് ഒരു മനുഷ്യനെ വന്നുകൊണ്ടിരിക്കുന്നു. ഇന്നത്തെ നിങ്ങളുടെ എന്റെ കുഞ്ഞിനെ മരണത്തിൽ രക്ഷിച്ചു. ഞാൻ എന്താണ് പ്രതിഫലമായി? ആകർഷകൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കുഞ്ഞിനെ രക്ഷിച്ചത് നിങ്ങളുടെ കുഞ്ഞാണെന്ന് അറിഞ്ഞുകൊണ്ട്, അതിന് മനുഷ്യശക്തിയാണെന്ന് അറിഞ്ഞുകൊണ്ട്, അത് രക്ഷിക്കലിന്റെ ഉത്തരവാദിത്വം അതിന് മനുഷ്യശക്തിയാണ്. ഇനി ഏതൊരു ജീവനാണെങ്കിൽ പോലും മരണത്തോട് മല്ലടിക്കുമ്പോ അവരെ രക്ഷിച്ചു എന്ന് പറയുന്ന ജീവൻ രക്ഷിച്ചു എന്ന് പറയുന്ന മനുഷ്യമാകട്ടെ മനുഷ്യന്റെ ഉത്തരവാദിത്വമാണ്. ഞാൻ ആ ഉത്തരവാദിത്വം മാത്രമാണ് നിർവഹിച്ചത്. നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടല്ല ഞാൻ ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്തിയത്. അതുകൊണ്ട് ഇനിയൊന്നും വേണ്ട, ഞാൻ പറഞ്ഞു കഴിയില്ല. എന്തെങ്കിലും നിങ്ങൾ ഞാൻ എന്തെങ്കിലും സ്വീകരിച്ചപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്നോട് ആവശ്യപ്പെടാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്നോട് ആവശ്യപ്പെടാം. ആ മനുഷ്യന്റെ പേരായിരുന്നു ലോഡ് റാൻഡോ. ലോഡ് റാൻഡോ എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിൽ ലോഡ് എന്ന് പറയുന്നത് വളരെ വലിയ പ്രമുഖനായ പേരാണ്. പ്രഭു എന്നാണ് പറയാറുള്ളത്. പ്രമുഖൻ ഇംഗ്ലണ്ടിലെ പ്രമുഖനായ കുടുംബത്തിലുള്ള മനുഷ്യനാണ് ലോഡ് റാൻഡോ. ലോഡ് റാൻഡോ എന്ന് പറയുന്നത് ആ ഭാരതമായ ജനങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്ന പ്രതിജ്ഞ രക്ഷപ്പെടുന്നു. അദ്ദേഹം സമ്മതിച്ചു. അവസാനം ഒന്നും സമ്മതിക്കാനായപ്പോ അദ്ദേഹം പറയുന്ന കർഷകരോട് ചോദിച്ചു, ഇത് നിങ്ങളുടെ മകനല്ലേ? അദ്ദേഹത്തിന് തൊട്ടടുത്ത് നൽകിയ നിങ്ങളുടെ മകനല്ലേ? അത് എന്റെ മകൻ. ഇവരെവിടെയാണ് പഠിക്കുന്നത്? നിങ്ങളുടെ സാധാരണ. ആ സമയത്ത് പറഞ്ഞു, നിങ്ങളുടെ മകൻ നിങ്ങളെ പഠിപ്പിച്ച് നല്ലൊരു വലിയ മനുഷ്യനാകണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഉണ്ട്. നിങ്ങളൊരു കാര്യം ചെയ്യാം. എന്റെ മകൻ പഠിക്കുന്നത് ഇംഗ്ലണ്ടിലെ ഏറ്റവും വലിയ കലാലയത്തിലാണ്, ഏറ്റവും പ്രസിദ്ധമായ കലാലയത്തിലാണ് എന്റെ മകൻ പഠിക്കുന്നത്. ഞാൻ സൗജന്യമായി എന്റെ മകനിലൂടെ നിങ്ങളുടെ മകനെ പഠിപ്പിക്കാമെന്ന് പറയുകയാണ്. അച്ഛന് വളരെ സന്തോഷമാണ്. കാരണം മകന്റെ വിദ്യാഭ്യാസമാണ്. ആ
അച്ഛൻ പറഞ്ഞേ അങ്ങനെയാണ് നിങ്ങളുടെ ഏറ്റവും പ്രസിദ്ധമായ കലാലയത്തിലേക്ക് പേരെനിക്ക് ഓർമ്മയില്ല. ആ കലാലയത്തിലേക്ക് അവിടെ പോയി ആ കുട്ടി പഠിച്ച് വളർന്നുമില്ല. ഒരു വലിയ ഉന്നതനായ ശാസ്ത്രജ്ഞനായി ലോകമറിയപ്പെട്ടു. പിന്നീട് 1945 ഏറ്റവും വലിയ ശാസ്ത്ര നേട്ടത്തിന് നൊബേൽ സമ്മാനം ലഭിച്ച മനുഷ്യരായി അദ്ദേഹം വളർന്നു. ആ മനുഷ്യന്റെ പേര് പക്ഷേ കുട്ടികളുടെ അറിയുന്നത് കുട്ടികളുടെ 1945 നൊബേൽ സമ്മാനം നേടിയ ശാസ്ത്രജ്ഞന്റെ പേരറിയോ? ഇല്ല. ആ മനുഷ്യൻ ചട്ടിപ്പിടിച്ചത് പെൻസിൽ എന്ന് പറയുന്ന പ്രത്യേകമായ ഉദാഹരണങ്ങൾ. പിന്നീട് ക്യാൻസറിനെ ട്രീറ്റ്മെന്റിന് ലോകത്താകമാനം ഉപയോഗിക്കുന്ന പെൻസിൽ എന്ന് പറയുന്ന കണ്ടുപിടിച്ചത് എന്ന് പറയുന്ന കർഷകന്റെ മകനായി. ലോകനാണോട് തന്റെ മകനെ തമ്മിൽ രക്ഷപ്പെടുന്നതിലൂടെ അതിന് പാരിതോഷികമായി കൊണ്ടുപോയി പഠിപ്പിച്ച് മനസ്സിലാക്കിയ ആ കുട്ടിയുണ്ടല്ലോ, ആ കുട്ടിയാണ് ലോകമറിയപ്പെട്ട സർ അലക്സാണ്ടർ പുത്രി. ആ കുട്ടിയാണ് ലോകമറിയപ്പെട്ട സർ അലക്സാണ്ടർ പുത്രി എന്ന് പറയുന്ന ഏറ്റവും വലിയ ശാസ്ത്രജ്ഞൻ. ഇന്നും ക്യാൻസറിന്റെ ചികിത്സക്ക് ഒട്ടേറെ ചികിത്സാലയങ്ങൾ ഉപയോഗിക്കുന്ന പെൻസിൽ അന്ന് സത്യത്തിൽ വാഴത്ത് പണിയെടുക്കുന്ന സമയത്ത് അങ്ങനെ നന്മ സാധിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ലോകത്തിന് ധാരാളം വലിയ ശാസ്ത്രങ്ങൾ സംഭാവന ചെയ്ത സർ അലക്സാണ്ടർ ഭവൻ എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യൻ ലോകത്തിന് ലഭിക്കുമായിരുന്നില്ല എന്ന് മനസ്സിലാക്കണം. അത് മാത്രമല്ല അറിയാൻ സാധിച്ചില്ല. ലോകത്തിന്റെ മകനാണ് അദ്ദേഹത്തിന്റെ മകനെ പേരിൽ മാരകമായ യോഗ പിരിവിട്ട് ആ മാരകമായ യോഗ പിരിവിട്ട് എവിടെയും ചികിത്സ ചെയ്യുകയും അവസാനം അന്നത്തെ വൈദ്യശാസ്ത്രം നിർദ്ദേശിച്ചത് അദ്ദേഹം കണ്ടുപിടിച്ച പെൻസിൽ ചികിത്സിച്ചതിലൂടെ ലോകത്തിന്റെ മകന്റെ അസുഖം ഭേദപ്പെട്ടു. ആ അസുഖം ഭേദപ്പെട്ട ശേഷം അദ്ദേഹം ജീവിതത്തിലേക്ക് എത്തിക്കുന്നു. ആ മനുഷ്യനാണ് ലോകത്തിന്റെ ലോകചരിത്രത്തിന്റെ ഗതിവിധികളെ മാറ്റിമറിച്ച വലിയ ഭരണാധികാരികൾ വലിയ പ്രതിഭ ഒട്ടേറെ സംഭാവനകൾ ഒട്ടേറെ വലിയ വളരെ വലിയ ലോകത്തിൽ അവതരിപ്പിച്ച ആ ചർച്ച എന്ന് പറയുന്ന മഹാനായ സത്യത്തിൽ ഒരു രക്ഷിതാവിന്റെ നന്മയായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് പ്രിയമുള്ളവർ, നമ്മുടെ നന്മകൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന നന്മകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നു. അധ്യാപകർ രക്ഷിതാക്കൾ ഒരുമിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ മക്കളാണ് ഉയർന്നിരിക്കുന്നത്. അവരുടെ സ്നേഹത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. പ്രിയപ്പെട്ട ചെറുപ്പുഴയില്ല നമ്മുടെ കാലഘട്ടത്തിലെ വലിയൊരു അധ്യാപകർ നമുക്കറിയാം. നമ്മുടെ മക്കളെ വളരെ സ്നേഹത്തോട് ചേർത്ത് നിർത്തുകയും അവർക്ക് ആവശ്യമായ കൂടെ നിന്ന് നിർവഹിച്ചു കൊടുക്കുകയും ചെയ്ത വളരെ നല്ല അധ്യാപക സമൂഹം. ഈ അധ്യാപക സമൂഹം പുതിയ മാറ്റങ്ങൾ കൊണ്ടുവന്നത് നമ്മൾ ഒരുമിച്ച് മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിച്ചാൽ നാളെ നമ്മുടെ ഭാവി സുരക്ഷിതമാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൻ്റെതായ പുതിയ ലോകത്ത് നമ്മുടെ മക്കൾക്കും അവരുടേതായ ഇടം കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ഈ മത്സരിക്കുന്നത് നമ്മുടെ മക്കളെ മത്സരിക്കുന്നത് കുട്ടികളോടല്ല മത്സരിക്കുന്നത്, ആരോട് സമൂഹത്തോടാണ് മത്സരിക്കുന്നത്. നമ്മൾ മത്സരിക്കുന്നത് നമ്മൾ വിരലിട്ട് പോകുന്നത് മത്സരിക്കുക. നമ്മൾ പേന കൊണ്ടല്ല മത്സരിക്കുന്നത്, വിരലിട്ട് പോകുന്നത് മത്സരിക്കും, ബുദ്ധി കൊണ്ട് മത്സരിക്കുകയാണ്. ഈ മത്സരത്തിൽ എല്ലാം മറികടന്ന് മുന്നോട്ട് പോകാൻ നമ്മുടെ മക്കൾ പ്രാപ്തരാകേണ്ടതുണ്ട്. അവർക്ക് പാഠ്യേതര വിഷയങ്ങളിലൊക്കെ അവർ നമ്മൾ വളരെ നല്ല രൂപത്തിൽ ട്രെയിനിങ് കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അനീശ്വർ സൂചിപ്പിച്ചു, നമ്മുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല മക്കളായിരിക്കുമ്പോൾ പാഠ്യേതര വിഷയങ്ങളിൽ നമ്മൾ ഏറ്റവും നല്ല ട്രെയിനിങ് കൊടുക്കണം. അവർ സ്നേഹപ്പെടിപ്പിക്കണം. കഴിഞ്ഞ വിഷയങ്ങളൊക്കെ നമ്മൾ കേട്ടത് തന്റെ സഹപാഠിയെ പൂർണ്ണമായി കൊല ചെയ്യപ്പെട്ട കഥയാണ്. എല്ലാവരും നോക്കി നിൽക്കെ, നൂറുകണക്കിന് വിദ്യാർത്ഥികൾ നോക്കി നിൽക്കെ, അതിനായിട്ട് നമ്മുടെ പരിശീലിക്കേണ്ട ഒന്നുകൊണ്ട് ജീവിക്കേണ്ട ഒരുമിച്ചിരിക്കേണ്ട സഹപാഠിയെ ഒരു കൂട്ടുകാരിൽ പൂർണ്ണമായി ബന്ധപ്പെടുത്തുകയാണ്. ആരും എതിർക്കുന്നില്ല. ഇതാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. എന്തിനാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്? സംസ്കാരം ഉണ്ടാകുന്നതാണ് വിദ്യാഭ്യാസം. പക്ഷേ വിദ്യാഭ്യാസത്തിലൂടെ സംസ്കാരം നഷ്ടപ്പെടുന്ന രൂപത്തിലേക്ക് നമ്മുടെ പുതിയ സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, സ്നേഹത്തിലേക്ക് നമ്മൾ തിരിച്ചു കൊണ്ടുവരണം. മറ്റുള്ളവർ സ്നേഹിക്കാൻ, എനിക്ക് കിട്ടുന്നത് തന്റെ സഹപാഠിക്ക് പങ്കുവെക്കാൻ നമ്മുടെ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കണം. അവർ കൊടുക്കില്ല എന്ന് പറയുമ്പോൾ അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറയുന്ന രക്ഷിതാക്കളാണ്
ഒരുപാട്